ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമാണ്. തുടർന്നും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം സിയോൻ സഞ്ചാരി ആത്മീയ കൂട്ടായ്മയിൽ നടത്തിയ ട്രിക്കി ബൈബിൾ ക്വിസിലെ ചോദ്യങ്ങളാണ്. നമുക്ക് വേണ്ടി ഈ ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ഷീജ വിജെ, തിരുവനന്തപുരം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്. ആദ്യത്തെ ചോദ്യം, ബൈബിളിൽ ഒരു പുസ്തകത്തിൽ 6 പ്രാവശ്യം മാത്രം കാണുന്ന ഒരു പദം. ഈ പദം ഒരു ഇംഗ്ലീഷ് അക്ഷരവും ഒരു സംഖ്യയും ചേർന്നതാണ്. ഈ പദത്തിൻ്റെ നടുവിലുള്ള അക്ഷരം മാറ്റിയാൽ ചില സസ്യങ്ങളിലും ഫലങ്ങളിലുമുണ്ട്. ഈ പദം ഒരു വ്യക്തി 5 പ്രാവശ്യവും മറ്റൊരു വ്യക്തി 1 പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഏതാണ് ഈ പദം? ഉത്തരം വിപത്ത്. പുസ്തകം ഇയ്യോബ്. 6 പ്രാവശ്യം കാണുന്ന പദം വിപത്ത്. ഇംഗ്ലീഷ് അക്ഷരം വി. സംഖ്യ 10. സസ്യങ്ങളിലും ഫലങ്ങളിലുമുള്ളത് വിത്ത്. വിപത്ത് എന്ന് 5 പ്രാവശ്യം പറഞ്ഞത് ഇയ്യോബ്. 1 പ്രാവശ്യം പറഞ്ഞ വ്യക്തി ശൂഹ്യനായ ബിൽദാദ്. റഫറൻസ് ഇയ്യോബ് 6:2, 21, 12:5, 18:12, 31:3, 23, ഉൽപ്പത്തി 1:11. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സ്ഥലപ്പേരുകൾക്കകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു രാജപത്നിയുടെ പേര് കണ്ടുപിടിക്കുക. മോബാബിലെ ശ്രേഷ്ഠന്മാർ ഓടിയ സ്ഥലം, മോബാബിൻ്റെ അലറുന്ന ശബ്ദം എത്തിയ സ്ഥലം, മോബാബ് നിലവിളി കൂട്ടിയ സ്ഥലം, മത്സ്യത്തൊഴിലാളികൾ വലയിറക്കിയ സ്ഥലം. മേൽ പറഞ്ഞിരിക്കുന്ന സ്ഥലപ്പേരുകളേവ? ഈ സ്ഥലപ്പേരുകൾക്കകത്ത് കാണുന്ന ഒരു രാജപത്നി ആരാണ്? ഉത്തരം എഗ്ല. സ്ഥലപ്പേരുകൾ: മോബാബിലെ ധൈര്യശാലികൾ ഓടിയ സ്ഥലം എഗ്ലത്ത് ഷിലീശിയ, യെശയ്യാവ് 15:5. മോബാബിൻ്റെ അലറുന്ന ശബ്ദം എത്തിയ സ്ഥലം എഗ്ലയിൽ, യെശയ്യാവ് 15:8. മോബാബ് നിലവിളി കൂട്ടിയ സ്ഥലം എഗ്ലത്ത് ഷെലീശിയ, യിരെമ്യാവ് 48:34. മത്സ്യത്തൊഴിലാളികൾ വലയിറക്കിയ സ്ഥലം എൻ എഗ്ലയിൽ, യെഹെസ്കേൽ 47:10. രാജപത്നി എഗ്ല, ദാവീദ് രാജാവിൻ്റെ ഭാര്യ. 2 ശമൂവേൽ 3-ാം അധ്യായം 5-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യഹോവ ഒരു വ്യക്തിയെ കൊന്നുകളവാൻ നിശ്ചയിച്ച ഇടവും ഒരു പ്രവാചകൻ സ്വജനത്തിൽ നിന്ന് അകന്നു മാറേണ്ടതിന് ആഗ്രഹിച്ച ഇടവും ഒന്നാണ്. ഈ ഇടത്തെ പുതിയ നിയമത്തിൽ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു. പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഇടത്തിൻ്റെ പേരിൽ കേരളത്തിൽ ഒരു സ്ഥലവുമുണ്ട്. എന്നാൽ ഏതാണത്? ഉത്തരം സത്രം. യഹോവ കൊല്ലുവാൻ നിശ്ചയിച്ച വ്യക്തി മോശ. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 24-ാം വാക്യം. പ്രവാചകൻ യിരെമ്യാവ്. യിരെമ്യാവിൻ്റെ പ്രവചനം 9-ാം അധ്യായം 2-ാം വാക്യം. സത്രത്തിന് പുതിയ നിയമത്തിൽ പറയുന്ന പേര് വഴിയമ്പലം. ലൂക്കോസ് 2:7, 10, 34, 35. കേരളത്തിലെ സ്ഥലം വഴിയമ്പലം, തൃശ്ശൂർ ജില്ലയിൽ. അടുത്ത ചോദ്യം, ആത്മാവിൻ്റെ ഫലങ്ങളിൽ ഒരംഗമാണിത്. ദൈവത്തിൽ നിന്നുള്ളതാണ്. ഇത് ആചരിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ ദൃഷ്ടി ഇതിനെ നോക്കുന്നു. ഇത് സസ്യമല്ല, എന്നാലും നിലത്ത് നിന്ന് മുളച്ചു വരും. എന്താണത്? ഉത്തരം വിശ്വസ്തത. ആത്മാവിൻ്റെ ഫലങ്ങളിൽ 7-ാമത്തെ അംഗം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22, 23. ദൈവത്തിൽ നിന്നുള്ളത് പുറപ്പാട് പുസ്തകം 34:6, ആവർത്തനം 32:4. ആചരിക്കണം സങ്കീർത്തനം 37:3. ദൈവത്തിൻ്റെ ദൃഷ്ടി നോക്കുന്നു യിരെമ്യാവ് 5:3. നിലത്ത് നിന്ന് മുളച്ചു വരുന്നു സങ്കീർത്തനം 85:11. അടുത്ത ചോദ്യം, ഒരു പ്രവാചകൻ മറ്റൊരു പ്രവാചകനോട് 3 പ്രാവശ്യം സത്യം ചെയ്തു പറഞ്ഞ അതേ വാചകം ഒരു സ്ത്രീ ഈ സത്യം ചെയ്ത പ്രവാചകനോട് പറഞ്ഞിട്ടുണ്ട്.
എന്താണ് ആ വാചകം? പ്രവാചകന്മാരുടെ പേരുകൾ എന്ത്? സ്ത്രീ ആരാണ്? ഉത്തരം: എലീശ ഏലിയാവിനോട് 3 പ്രാവശ്യം സത്യം ചെയ്തു പറഞ്ഞ വാചകം: യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല. പ്രവാചകന്മാർ ഏലിയാവും എലീശയും. സ്ത്രീ ശൂനേമിലെ ധനികയായ ഒരു സ്ത്രീ. 2 രാജാക്കന്മാർ 2-2, 4, 6. 2 രാജാക്കന്മാർ 4-30. അടുത്ത ചോദ്യം: സസ്യവിഭാഗത്തിൽപ്പെട്ട 2 പേരാണ് ഞങ്ങൾ. ഞങ്ങളിൽ ഒരാൾക്ക് നോവിക്കുവാനും ഒരാൾക്ക് കുത്തുവാനും കഴിവുണ്ട്. ഇസ്രയേല്യരുടെ യാഗപീഠങ്ങളിലും ആനന്ദമുള്ള പാർപ്പിടങ്ങളിലും ഞങ്ങൾ വളരുന്നു. ഞങ്ങൾ തിങ്ങി നിൽക്കുന്ന ദേശത്ത് പോകുന്ന മനുഷ്യർ 2 ആയുധങ്ങളെ ഉപയോഗിക്കുന്നു. ശാപത്തിലും ഞങ്ങളുണ്ട്. എങ്കിൽ ഞങ്ങൾ ആരാണ്? ഉത്തരം: മുള്ളും പറക്കാരയും. നോവിക്കുവാൻ കഴിവുള്ളത് മുള്ള്, കുത്തുവാൻ കഴിവുള്ളത് പറക്കാര. യെഹെസ്കേൽ 28-24. ഇസ്രയേല്യരുടെ യാഗപീഠങ്ങളിൽ മുള്ളും പറക്കാരയും മുളയ്ക്കും. ഹോശേയ 10-8. സന്തോഷഭവനങ്ങളിൽ മുള്ളും പറക്കാരയും മുളയ്ക്കും. യെശയ്യാവ് 32-13. 2 ആയുധങ്ങൾ: അമ്പ്, വില്ല്. യെശയ്യാവ് 7-24. ശാപം: മനുഷ്യൻ ആദം നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഭൂമിയിൽ നിന്ന് മുള്ളും പറക്കാരയും മുളയ്ക്കുമെന്ന് യഹോവ കൽപ്പിച്ചു. ഉൽപ്പത്തി 3-17-18 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: അപ്പൻ്റെ 2 സഹോദരന്മാരുടെ പെൺമക്കളെയും വല്യപ്പൻ്റെ സഹോദരൻ്റെ മകളെയും ഭാര്യയായി സ്വീകരിച്ച രാജാവ് ആരാണ്? ഭാര്യമാരുടെ പേര് എന്താണ്? ഉത്തരം: രഹബയാം. രഹബയാമിൻ്റെ അപ്പൻ ശലോമോൻ. 1 രാജാക്കന്മാർ 12-13. ശലോമോന്റെ സഹോദരന്മാർ യെരീമോത്ത്, അബ്ശാലോം. 2 ദിനവൃത്താന്തം 11-18-20. രഹബയാമിന്റെ വല്യപ്പൻ ദാവീദ്. 1 ദിനവൃത്താന്തം 3-1-6-10. ദാവീദിന്റെ സഹോദരൻ ഏലിയാബ്, ദാവീദിന്റെ മൂത്ത സഹോദരൻ. 2 ദിനവൃത്താന്തം 11-18, 1 ശമൂവേൽ 17-28. 3 ഭാര്യമാർ: മഹ്ലത്ത് യശ്മൂത്തിന്റെ മകൾ, മയഖ അബ്ശാലോമിന്റെ മകൾ, അബീഹയിൽ ഏലിയാബിന്റെ മകൾ. 2 ദിനവൃത്താന്തം 11-18-20 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: മനുഷ്യനോ മൃഗമോ പക്ഷിയോ അല്ല, പക്ഷേ എനിക്ക് സംസാരിക്കാൻ കഴിയും. എൻ്റെ മുഖം ഉറപ്പുള്ളതാണ്. എന്നെ കണ്ടാൽ വാർദ്ധക്യം തോന്നിക്കും. എനിക്ക് ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിവുണ്ട്. എന്നെപ്പോലുള്ള മറ്റൊന്നിനെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. ദൈവത്തെ കണ്ടപ്പോൾ വിറയലുണ്ടായിട്ടുണ്ട്. ഞാനൊരു പ്രവാചകനെ പ്രദക്ഷിണം ചെയ്തിട്ടുണ്ട്. എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം: ആഴി. എനിക്ക് സംസാരിക്കാൻ കഴിയും. ജ്ഞാനം, വിവേകമില്ല എന്ന് ആഴി പറയുന്നു. ഇയ്യോബിന്റെ പുസ്തകം 28-12-14. എൻ്റെ മുഖം ഉറപ്പുള്ളതാണ്. ആഴിയുടെ മുഖം കട്ടിയായി തീർന്നിരിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം 38-30. എന്നെ കണ്ടാൽ വാർദ്ധക്യം തോന്നിക്കും. ആഴി നരച്ചതുപോലെ തോന്നുന്നു. ഇയ്യോബിന്റെ പുസ്തകം 41-32. എനിക്ക് ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിവുണ്ട്. ആഴി മുഴക്കം പുറപ്പെടുവിക്കുന്നു. ഹബക്കൂക്കിന്റെ പ്രവചനം 3-ാം അധ്യായം 10-ാം വാക്യം. എന്നെപ്പോലുള്ള മറ്റൊന്നിനെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. ആഴി ആഴിയെ വിളിക്കുന്നു. സങ്കീർത്തനം 42-7. ദൈവത്തെ കണ്ടപ്പോൾ വിറയലുണ്ടായിട്ടുണ്ട്. ദൈവത്തെ കണ്ട് ആഴികൾ വിറച്ചുപോയി. സങ്കീർത്തനം 17-16. ഞാനൊരു പ്രവാചകനെ പ്രദക്ഷിണം ചെയ്തിട്ടുണ്ട്. ആഴി യോനയെ ചുറ്റി. യോന പ്രവചനം 2-ാം അധ്യായം 5-ാം വാക്യം. ഇപ്പോൾ ഞാൻ ആരാണെന്ന് മനസ്സിലായല്ലോ. ആഴി. അടുത്ത ചോദ്യം: ഒരു പറവയുടെ പേരിനകത്ത് ഒരു രോഗം, ഒരു കളിക്കോപ്പ്. ഈ കളിക്കോപ്പ് പോലെ യഹോവ എറിഞ്ഞുകളയുമെന്ന് പറഞ്ഞത് ആരെയാണ്? ഈ രോഗമുണ്ടായിരുന്ന വ്യക്തിയുടെ പേരെന്താണ്?
ഈ പറവയുടെ ഇനത്തിൽപ്പെട്ട മറ്റു 2 പറവകൾ ഏതൊക്കെയാണ്? ഉത്തരം പറവ പരുന്ത്. ലേവ്യ പുസ്തകം 11:14 രോഗം പരു. പുറപ്പാട് പുസ്തകം 9:11 കളിക്കോപ്പ് പന്ത്. യെശയ്യാ പ്രവചനം 22:18 കളിക്കോപ്പ് പോലെ യഹോവ എറിഞ്ഞു കളയുന്നത് ശെബ്നയെ. യെശയ്യാവിൻ്റെ പ്രവചനം 22-ാം അധ്യായം 15-18 വാക്യങ്ങൾ. വ്യക്തികൾ ഇയ്യോബ്, ഹിസ്കിയാവ്. 2 രാജാക്കന്മാർ 20:7 ഇയ്യോബ് 2:7 മറ്റു 2 പറവകൾ ചെമ്പരുന്ത്, ചെങ്ങാലിപ്പരുന്ത്. ആവർത്തന പുസ്തകം 14:12 ആവർത്തന പുസ്തകം 14:13. അടുത്ത ചോദ്യം, ബൈബിളിലെ പ്രസിദ്ധനായ ഒരു വ്യക്തിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന 6 അക്ഷരമുള്ള പദത്തിൽ ഒരു സ്ത്രീനാമവും ഒരു പുരുഷനാമവുമുണ്ട്. 6 അക്ഷര പദം ഏതാണ്? പ്രസിദ്ധനായ വ്യക്തി ആരാണ്? സ്ത്രീനാമം ഏതാണ്? പുരുഷനാമം ഏതാണ്? ഉത്തരം 6 അക്ഷര പദം ദിവ്യസുന്ദരൻ. പ്രസിദ്ധനായ വ്യക്തി മോശെ. സ്ത്രീനാമം ദിവ്യ. പുരുഷനാമം സുന്ദരൻ. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 20-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഒരു മൃഗത്തിൻ്റെ പേരും ഒരു ആയുധത്തിൻ്റെ പേരും ചേർന്ന് വരുന്ന ഒറ്റപ്പദം ഏതാണ്? ഇത് ഒരു മാരക വിഷമായിട്ടാണ് അറിയപ്പെടുന്നത്. ഉത്തരം കാളകൂടം. മൃഗ കാള. ആയുധം കൂടം അഥവാ വലിയ ചുറ്റിക. ആവർത്തന പുസ്തകം 32:33 യെശയ്യാവിൻ്റെ പ്രവചനം 41:7. അടുത്ത ചോദ്യം, ഒറ്റുകാർ ഇവിടെ താമസിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീ ഒരു പുരുഷന് ഇവിടെ വെച്ച് ആഹാരം കൊടുത്തിട്ടുണ്ട്. ഒരു രാജാവ് ഇവിടെ വെച്ച് ജീവനെ നഷ്ടമാക്കിയിട്ടുണ്ട്. ഒരു വ്യക്തി ഇവിടെ വെച്ച് രാജാവായി അഭിഷേകം ചെയ്തിട്ടുണ്ട്. ഏതാണ് ഈ ഇടം? ഉത്തരം ഉൾമുറി. ദലീലയുടെ ഉൾമുറിയിൽ ഒറ്റുകാർ പതിയിരുപ്പുകാർ പാർത്തിരുന്നു. ന്യായാധിപന്മാർ പുസ്തകം 16-ാം അധ്യായം 9-12 വാക്യങ്ങൾ. താമാർ അമ്നോന് ഭക്ഷണം, അതായത് വടകൾ ഉൾമുറിയിൽ കൊണ്ടുചെന്ന് കൊടുത്തു. 2 ശമൂവേൽ 13-ാം അധ്യായം 10-ാമത്തെ വാക്യം. സിമ്രി രാജധാനിയുടെ ഉൾമുറിയിൽ തീ വെച്ച് മരിച്ചു. 1 രാജാക്കന്മാർ 16-ാം അധ്യായം 18-ാം വാക്യം. എലീശയുടെ ശിഷ്യൻ യേഹുവിനെ ഉൾമുറിയിൽ വെച്ച് രാജാവായി അഭിഷേകം ചെയ്തു. 2 രാജാക്കന്മാർ 9-ാം അധ്യായം 12-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഒരു ദാസിയുടെ പേരിൽ അറിയപ്പെടുന്ന പട്ടണം ഏതാണ്? ഉത്തരം ദാസി ബിൽഹ. റാഹേലിൻ്റെ ദാസി അറിയപ്പെടുന്ന പട്ടണം ബിൽഹ. ഉൽപ്പത്തി പുസ്തകം 29:29 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 29-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യഹോവയുടെ നാമത്തിൽ സന്തോഷിക്കുന്ന 2 പർവ്വതങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം താബോറും ഹെർമോനും. സങ്കീർത്തനങ്ങൾ 89:12 ന്യായാധിപന്മാർ 4-ാം അധ്യായം 12-ാം വാക്യം. യോശുവയുടെ പുസ്തകം 11-ാം അധ്യായം 16-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ബൈബിളിൽ 4 പ്രാവശ്യം മാത്രം കാണുന്ന മനുഷ്യ ശരീരാവയവത്തിൻ്റെ ഒരു ഭാഗം ഒരു മൃഗത്തിൻ്റെ പേരോടുകൂടെ ആരംഭിക്കുന്നു. ഒരു രാജാവിൻ്റെ കീർത്തനത്തിലുണ്ട്, ഒരു പ്രവാചകൻ്റെ ദർശനത്തിലുണ്ട്, പുതിയ നിയമത്തിൽ രോഗസൗഖ്യത്തിലുണ്ട്. ഏതാണ് ഈ ശരീരഭാഗം? ഉത്തരം നരിയാണി അഥവാ കാൽക്കണ്ണ്. മൃഗം നരി. രാജാവ് ദാവീദ്. പ്രവാചകൻ യെഹെസ്കേൽ. രോഗസൗഖ്യം പത്രോസ് മുടന്തനായ മനുഷ്യനെ സൗഖ്യമാക്കിയപ്പോൾ അവൻ്റെ നരിയാണി ഉറച്ചു. 2 ശമൂവേൽ 22:37
സങ്കീർത്തനം 18:36, യഹസ്കേൽ 47:3, അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 17-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, വേദപുസ്തകത്തിൽ 2 പ്രാവശ്യം മാത്രം പറഞ്ഞിരിക്കുന്ന ഒരു നിറം, ഒരു മൂല്യവസ്തുവിനും ഒരു മൃഗത്തിനും ഈ നിറമുണ്ട്. നിറത്തിൻ്റെയും മൂല്യവസ്തുവിൻ്റെയും മൃഗത്തിൻ്റെയും പേര് എന്താണ്? ഉത്തരം, നിറം മഞ്ഞ നിറം, മൂല്യവസ്തു മർമ്മരക്കല്ല്, മൃഗം കുതിര. എസ്തേറിൻ്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യവും വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യവും. അടുത്ത ചോദ്യം, ബൈബിളിൽ ഒരു പ്രാവശ്യം മാത്രം കാണുന്ന ഒരു മൃഗം. ഈ മൃഗത്തിൻ്റെ തോൽ ചില ഭക്തന്മാർക്ക് ധരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ മൃഗത്തിൻ്റെ പേരിൻ്റെ ആദ്യത്തെ 2 അക്ഷരപദം ബൈബിളിലെ ഒരു ഭരണാധികാരിക്ക് ഉണ്ടായിരുന്നു. മൃഗം ഏതാണ്? ഉത്തരം, ജഡയാട്. 2 അക്ഷരപദം ജഡ. ജഡയുണ്ടായിരുന്ന ഭരണാധികാരി ശിംശോൻ, ന്യായാധിപൻ. ഭരണാധികാരിക്കുണ്ടായിരുന്നത് തലയിലെ ജഡ. എബ്രായ ലേഖനം 11:37, ന്യായാധിപന്മാർ 16:28, 31, ന്യായാധിപന്മാർ 16:19. അടുത്ത ചോദ്യം, ഒരു പുരോഹിതൻ്റെ ഒരു അവയവത്തിൽ എപ്പോഴും ഇരിക്കേണ്ടതിന് ഒരു ലോഹം കൊണ്ട് നിർമ്മിച്ച ഒരു ഉപകരണവും കേരളത്തിലെ ഒരു സ്ഥലനാമവും ഒന്നാണ്. ഈ സ്ഥലപ്പേരോടുകൂടെ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയുടെ പേര് അറിയപ്പെട്ടിരുന്നു. എന്താണത്? ഉത്തരം, പട്ടം. പുരോഹിതൻ അഹരോൻ. അവയവം നെറ്റി. ലോഹം തങ്കം. ഉപകരണം പട്ടം. സ്ഥലനാമം പട്ടം, തിരുവനന്തപുരം ജില്ലയിൽ. മുഖ്യമന്ത്രി പട്ടം എ താണുപിള്ള, കേരളത്തിലെ 2ാമത്തെ മുഖ്യമന്ത്രിയാണ്. പുറപ്പാട് പുസ്തകം 28:35, 28:38 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, യഹോവ മരുഭൂമിയെ ആൾപ്പാർപ്പില്ലാത്ത ഇടവും ശൂന്യവുമാക്കി ഭൂവാസികളെ ചിഹ്നിക്കുമ്പോൾ ഒരുപോലെ നാശം ഭവിക്കുന്ന 12 കൂട്ടർ ആരെല്ലാമാണ്? ഉത്തരം, 12 കൂട്ടർ. 1 ജനം, 2 പുരോഹിതൻ, 3 ദാസൻ, 4 യജമാനൻ, 5 ദാസി, 6 യജമാനത്തി, 7 കൊള്ളുന്നവൻ, 8 വിൽക്കുന്നവൻ, 9 കടം കൊടുക്കുന്നവൻ, 10 കടം വാങ്ങുന്നവൻ, 11 പലിശ വാങ്ങുന്നവൻ, 12 പലിശ കൊടുക്കുന്നവൻ. യെശയ്യാവിൻ്റെ പ്രവചനം 24-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ഞാനൊരു സ്ത്രീയാണ്. എൻ്റെ പേര് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലുമുണ്ട്. എൻ്റെ പേരിൽ ഒരു സ്ഥലപ്പേരുണ്ട്. 2 സ്ഥലപ്പേരിനകത്തും എൻ്റെ പേരുണ്ട്. എൻ്റെ പേരിൻ്റെ അർത്ഥം ഒരു വൃക്ഷത്തിൻ്റെ പേരാണ്. ഞാൻ ആരാണെന്ന് പറയാമോ? ഉത്തരം, താമാർ. സ്ത്രീ താമാർ. ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായം 6-ാം വാക്യം. 2 ശമൂവേൽ 13:1, 2 ശമൂവേൽ 14:27, 1 ദിനവൃത്താന്തം 3:9, മത്തായി 1:3. സ്ഥലപ്പേര് താമാർ. യെഹെസ്കേലിന്റെ പ്രവചനം 47-ാം അധ്യായം 19, 48-ാം അധ്യായം 28. സ്ത്രീയുടെ പേരുൾപ്പെട്ട 2 സ്ഥലപ്പേര് ഹസസോൻ താമാർ, ബാൽ താമാർ. ഉൽപ്പത്തി പുസ്തകം 14:7, ന്യായാധിപന്മാർ 20:33. താമാർ എന്നതിൻ്റെ അർത്ഥം ഈന്തപ്പന. അടുത്ത ചോദ്യം, ബൈബിളിലെ സുഗന്ധവർഗത്തിൽപ്പെട്ട ഒരു ഔഷധ സസ്യത്തിൻ്റെ പേരും ഒരു മത്സ്യത്തിൻ്റെ പേരും ഒന്നാണ്. എന്താണത്? ഉത്തരം, സുഗന്ധവർഗം വയമ്പ്. ഉത്തമഗീതം 4:14. മത്സ്യം വയമ്പ്.
അടുത്ത ചോദ്യം, വേദപുസ്തകത്തിൽ ഒരു പ്രാവശ്യം മാത്രം കാണുന്ന ഒരു മരുഭൂമിയുടെ പേരിനകത്ത് ഒരു ആയുധം, ഈ ആയുധം ഉണ്ടായിരുന്ന വ്യക്തി ആരാണ്? ഉത്തരം, ബൈബിളിൽ ഒരു പ്രാവശ്യം കാണുന്ന മരുഭൂമി യെരുവേൽ മരുഭൂമി. 2 ദിനവൃത്താന്തം 20:16. ആയുധം വേൽ. ആയുധമുണ്ടായിരുന്ന വ്യക്തി ഗത്യനായ ഗോല്യാത്ത്. താമ്രം കൊണ്ടുള്ള വേൽ. 1 ശമൂവേൽ 17 4-6 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, 100 പേർക്ക് അധിപനാണ് ഞാൻ. എൻ്റെ പേര് ബൈബിളിൽ ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ. എൻ്റെ പേര് ഒരു പ്രവാചകന്റെയും പ്രവാചകന്റെ അപ്പന്റെയും പേര് ചേർന്നതാണ്. ഞാൻ ആരാണ്? ഉത്തരം, ഞാൻ എലീശാഫാത്ത്. 2 ദിനവൃത്താന്തം 23:1. പ്രവാചകൻ എലീശ. 2 രാജാക്കന്മാർ 9:1. എലീശ പ്രവാചകന്റെ അപ്പൻ ഷാഫാത്ത്. 2 രാജാക്കന്മാർ 3:11. അടുത്ത ചോദ്യം, ശലോമോൻ യഹോവയുടെ ആലയത്തിനു വേണ്ടി നിർമ്മിച്ച ഒരു നിർമ്മിതിയെ ഒരു രാജാവ് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റിവെച്ചു. ഈ നിർമ്മിതിയെ മാറ്റിവെച്ച ഇടവും പുതിയ നിയമത്തിലെ ഒരു ഭരണാധികാരി ഉപവിഷ്ടനായ ഇടവും ഒന്നാണ്. ഈ ഇടത്തിന് മറ്റൊരു പേരുമുണ്ട്. എന്താണത്? ഉത്തരം, കൽത്തളം. നിർമ്മിതി താമ്രക്കടൽ. താമ്രക്കടൽ ഇരുന്നത് താമ്രകാളയുടെ പുറത്ത്. രാജാവ് ആഹാസ്. ആഹാസ് രാജാവ് താമ്രക്കടൽ മാറ്റിവെച്ച ഇടം കൽത്തളം. പുതിയ നിയമത്തിലെ ഭരണാധികാരി പീലാത്തോസ്. പീലാത്തോസ് ഇരുന്ന ഇടം കൽത്തളത്തിലെ ന്യായാസനത്തിൽ. കൽത്തളത്തിന്റെ മറ്റൊരു പേര് ഗബഥ. 2 രാജാക്കന്മാർ 16:17, ഇരമ്യാവ് 52:20, 1 രാജാക്കന്മാർ 7:24, 25:44, യോഹന്നാന്റെ സുവിശേഷം 19:13. അടുത്ത ചോദ്യം, സ്വർഗരാജ്യത്തെ ഉപമിച്ചിരിക്കുന്ന ഒരു വസ്തു കൊണ്ടുള്ള ഒരു യാഗം അർപ്പിക്കുവാൻ ഒരു പ്രവാചകൻ ഒരു കൂട്ടരോട് പറഞ്ഞിട്ടുണ്ട്. വസ്തു എന്ത്? പ്രവാചകൻ ആര്? ഏത് കൂട്ടർ? യാഗം ഏതാണ്? ഉത്തരം, വസ്തു പുളിച്ച മാവ്. പ്രവാചകൻ ആമോസ്. കൂട്ടർ ശമര്യ പർവ്വതത്തിലെ ബാശാന്യ പശുക്കൾ, ഇസ്രയേല്യ സ്ത്രീകൾ. യാഗം സ്തോത്രയാഗം. ലൂക്കോസിന്റെ സുവിശേഷം 13:20, ആമോസിന്റെ പ്രവചനം 4:1-5 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, യാക്കോബിന്റെ ചെറുമകന്റെ പേരും ബൈബിളിൽ 2 പ്രാവശ്യം മാത്രം പറഞ്ഞിരിക്കുന്ന ഒരു തോടിന്റെ പേരും ഒന്നാണ്. എന്താണ് ആ പേര്? ഉത്തരം, സേരെത്ത്. യാക്കോബിന്റെ ചെറുമകൻ സേരെത്ത്, സെബുലൂന്റെ മകൻ. തോട് സേരെത്ത്. ഉൽപ്പത്തി പുസ്തകം 46:14 വാക്യം. ആവർത്തന പുസ്തകം 2:13-14 വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 30:19-20 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ബൈബിളിൽ 3 പ്രാവശ്യം കാണപ്പെടുന്ന ഒരു പക്ഷി, ഈ പക്ഷിയെ ഭക്ഷിക്കരുതെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മനുഷ്യർ വണങ്ങേണ്ടതിന് നിർമ്മിച്ച വിഗ്രഹങ്ങളെ മനുഷ്യർ ഈ പക്ഷിക്ക് ഇട്ടുകൊടുക്കുമെന്ന് പ്രവാചകൻ മുഖാന്തരം ദൈവം അരുളി ചെയ്തിട്ടുണ്ട്. പക്ഷി ഏത്? പ്രവാചകൻ ആര്? വിഗ്രഹങ്ങൾ ഏതെല്ലാം ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ചു? ഉത്തരം, പക്ഷി നരിച്ചീർ. പ്രവാചകൻ യെശയ്യാവ്. വിഗ്രഹങ്ങൾ നിർമ്മിച്ചത് വെള്ളിയും പൊന്നും കൊണ്ട്. ലേവ്യ പുസ്തകം 11:19, ആവർത്തന പുസ്തകം 14:18, യെശയ്യാവിൻ്റെ പ്രവചനം 2-ാം അധ്യായം
21 വാക്യം. അടുത്ത ചോദ്യം, യെരൂശലേം ദേവാലയം പണിതവരിൽ ഒരാളാണ് ഞാൻ. എൻ്റെ പേരിനകത്ത് പുതിയ നിയമത്തിലെ പ്രസിദ്ധനായ ഒരു വ്യക്തിയുടെ പേരും എൻ്റെ പേരിനകത്ത് ഒരടയാളം ചേർത്താൽ പഴയ നിയമത്തിലെ പ്രസിദ്ധനായ ഒരു വ്യക്തിയുടെ പേരുമുണ്ട്. എൻ്റെ പേരിൽ ഒരു സ്ഥലപ്പേരുമുണ്ട്. ഞാൻ യാഗപീഠവും പണിതിട്ടുണ്ട്. എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം, ദേവാലയം പണിതവരിൽ ഒരാൾ യേശുവ, യോസാദാക്കിൻ്റെ മകൻ. എസ്രയുടെ പുസ്തകം 3-8, 5-2 വാക്യങ്ങൾ. പുതിയ നിയമ വ്യക്തി യേശു, മത്തായിയുടെ സുവിശേഷം 1:16. പഴയ നിയമ വ്യക്തി യോശുവ, യോശുവയുടെ പുസ്തകം 1-1 വാക്യം. സ്ഥലപ്പേര് യേശുവ, നെഹമ്യാവിൻ്റെ പുസ്തകം 11:26. യാഗപീഠം പണിതത് യേശുവ, എസ്രയുടെ പുസ്തകം 3-2 വാക്യം. അടുത്ത ചോദ്യം, യഹോവയായ ദൈവം ഒരു പ്രഭുവിൻ്റെയും ഒരു ജീവിയോട് ഉപമിച്ച ഒരു രാജാവിൻ്റെയും ശരീരഭാഗങ്ങളെ തൊടുക്കേണ്ടതിന് ഉപയോഗിച്ച ഒരു ഉപകരണവും കേരളത്തിലെ ഒരു സ്ഥലപ്പേരും ഒന്നാണ്. ഈ ഉപകരണത്തിൻ്റെ പേര് യേശു ഉച്ചരിച്ചിട്ടുണ്ട്. ഇത് ഉപയോഗിക്കുന്നവർ വ്യസനിക്കേണ്ടി വരുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഈ ഉപകരണം എന്താണ്? ഉത്തരം, ചൂണ്ടൽ. പ്രഭു ഗോഗ്, രാജാവ് മിസ്രൈം രാജാവായ ഫറവോൻ, ഫറവോനോട് ഉപമിച്ച ജീവി മഹാനക്രം. ശരീരഭാഗങ്ങൾ താടിയെല്ല്, ഗോഗിൻ്റെ ചെകിള, ഫറവോൻ മഹാനക്രം. ഉപകരണം ചൂണ്ടൽ. കേരളത്തിലെ സ്ഥലപ്പേര് ചൂണ്ടൽ, തൃശ്ശൂർ ജില്ലയിൽ. യേശു ഉച്ചരിച്ചത്, യേശു ശീമോൻ പത്രോസിനോട് കടലിൽ ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്ക എന്ന് പറഞ്ഞു. വ്യസനിക്കേണ്ടി വരുന്നത് നദിയിൽ ചൂണ്ടലിടുന്നവർ. പ്രവാചകൻ യെശയ്യാവ്, യെഹെസ്കേലിന്റെ പ്രവചനം 38:3-4 വാക്യങ്ങൾ, യെഹെസ്കേൽ 29:3-4 വാക്യങ്ങൾ, യെശയ്യാവ് 19:8, മത്തായി 17:27. അടുത്ത ചോദ്യം, ഭക്ഷണം എന്ന പദത്തിന് നെഹമ്യാവ്, യെശയ്യാവ് എന്നീ പുസ്തകങ്ങളിൽ കാണുന്ന 2 അക്ഷരമുള്ള പദം. ഈ പദം ബൈബിളിൽ 2 പ്രാവശ്യം മാത്രമേ ഉള്ളൂ. എന്താണത്? ഉത്തരം, കൊറ്റ്. നെഹമ്യാവിൻ്റെ പുസ്തകം 9-20 വാക്യം, യെശയ്യാവിൻ്റെ പ്രവചനം 7-22 വാക്യം. ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ ദൈവവചന പഠനത്തിനായിട്ട് നിങ്ങൾക്ക് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറ്റുള്ള പ്രിയപ്പെട്ടവരിലേക്ക് ഈ ചാനലൊന്ന് ഷെയർ ചെയ്യുവാനും മറക്കരുത്.